ഒരിക്കൽ ഞാൻ എഴുത്തുകാരുടെ സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു. എൻ്റെ അടുക്കൽ ഇരുന്നയാൾ തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് അതിലൊരു വേഡ് ഫയൽ ഓപ്പൺ ചെയ്തു വെച്ചു. എന്നിട്ട് ആ വെള്ള നിറത്തിലുള്ള സ്ക്രീനിൽ കുറേ നേരം നോക്കിയിരുന്നു. ഉടനെ ഞാൻ അയാളോട് ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരുന്ന് സമയം കളയാതെ ടൈപ്പ് ചെയ്തു തുടങ്ങൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞെട്ടി എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും ആ വെള്ള സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു. ചില നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ടൈപ്പ് ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ ഞാനും എൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു. അടുത്ത ദിവസം അയാൾ ഞങ്ങളെല്ലാവർക്കും ഒരു ക്ലാസ് എടുത്തു. അപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഞാൻ എന്തൊരു കാര്യം എഴുതിയാലും അത് എഴുതുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും. എനിക്കറിയാവുന്ന ചിലർ പോകുവാൻ തുടങ്ങുമ്പോഴും വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാൻ തുടങ്ങുമ്പോഴും അങ്ങനെ അവർ എന്തു ചെയ്യുവാൻ തുടങ്ങിയാലും അത് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മെ സൃഷ്ടിച്ച, നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തോട് നമുക്ക് ഏത് സമയത്തും ഏതു കാര്യത്തിനും പ്രാർത്ഥിക്കാം. ചിലർക്ക് ഇപ്രകാരം ചെയ്യുവാൻ ലജ്ജയാണ്. എന്നാൽ നാം സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും എവിടെ വെച്ച് കണ്ടാലും നാം ധൈര്യമായി അവരോട് സംസാരിക്കുന്നു. ഏതു സമയത്തും അവരോട് മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നു. അതുപോലെ നാം ചെയ്യേണ്ട ജോലി എന്തായിരുന്നാലും ചില നിമിഷങ്ങളെങ്കിലും ദൈവത്തോട് സഹായത്തിനായി പ്രാർത്ഥിച്ച് ആ ജോലി നാം ചെയ്തുവെന്നാൽ ആ ജോലിക്ക് ആവശ്യമായ ജ്ഞാനത്തെയും വിവേകത്തെയും ദൈവം നിശ്ചയമായും നമുക്ക് നൽകിത്തരും. എന്തു ചെയ്താലും അതിനു മുമ്പ് നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം നൽകുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇനി മുതൽ നാം എന്തു ചെയ്താലും അതിനു മുമ്പ് പ്രാർത്ഥിക്കും എന്ന തീരുമാനമെടുക്കുമോ?